ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് നമ്മുടെ ബഹ്റൈനിൽ നമ്മുടെ നാട് പോലെ തന്നെ കൃഷിഭൂമിയുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കാണാം. പോണ വഴിക്ക് ഇതേപോലെ തന്നെ ഇന്ന് ഫ്രൈഡേയും കൂടി ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ദോശയും തക്കാളി ചട്നിയും കൂടി കഴിച്ച് അങ്ങനെ രാവിലെ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഇറങ്ങുമ്പോൾ അധികം ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. വൈകിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഫാം ശരിക്കും കാണാനും പറ്റത്തില്ല. പിന്നെ അത് അടയ്ക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാമല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് എടുത്ത കുറച്ച് വീഡിയോസാണ്. അത്യാവശ്യം ഈ ഫാമിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ റൂട്ട് മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഫാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഏരിയ. നമ്മൾ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഈ റോട്ടിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ കുറേ കാർസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ സ്പോട്ട് കാണാൻ പറ്റിയ സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി. In 400 meters at the roundabout, continue straight to stay on Mazara Highway. അപ്പോൾ ഇതിൻ്റെ ഈ ഫാമിൻ്റെ അപ്പുറം ഇപ്പുറം ഇതുപോലെ തന്നെ നല്ല ഹൈറ്റിലും അതിന്മേൽ കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയൊരു പൂ വേണമെന്ന് പറഞ്ഞ് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അപ്പത്തെ വാച്ച്മാൻ പൊട്ടിക്കരുത് എന്ന് പറഞ്ഞാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങളിതേ ഫാമിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ചെറിയൊരു ഫാമാണ്, ഒരുപാട് ഏരിയ ഒന്നും ഇല്ല കാണാനായിട്ട്. പക്ഷെ എന്നാലും ഇങ്ങോട്ട് കിടന്നപ്പോൾ തന്നെ നല്ലൊരു പീസ്ഫുൾ എൻവയറമെൻ്റ് ആയിരുന്നു. പിന്നെ കുറേ പേര് വന്ന് പോകണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് ഗാർഡൻ കാണാൻ പറ്റും. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. കുറേ പേര് വരുന്നുണ്ട് കാണാനായിട്ടാണ്. ഇത് ഇഞ്ചിയാന്ന് തോന്നുന്നല്ലേ ഇത്? ബോക്സിൻ്റെ ഉള്ളിലൊക്കെ എന്തിട്ടാണ്? ക്യാരറ്റ്. ഇതിലല്ല ഇവിടെ നുണി സൈഡ് ഇത് നടക്കും. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മൾ ഇതിലേ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ എന്താ പറയുക കൃഷിഭൂമിയിലേക്കൊക്കെ കിടക്കണ പോലെ കേട്ടോ. രണ്ട് സൈഡിനും അത്യാവശ്യം നല്ലപോലെ വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തെങ്ങിന് പകരം എന്താ പറയുക ഡേറ്റ്സ് ഈന്തപ്പന നിൽക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും നാട് പോലെ തന്നെ ഒരു കുളവും ഉണ്ട് ചെറുതായിട്ട്. കുഞ്ഞു മീനുണ്ട് നമ്മുടെ പാടത്ത് തോട്ടില് പോലെ. തൊടാൻ പാടില്ലേടാ, തൊടാൻ പാടില്ലേ വാവേ? ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ തുളസി. ഇതൊക്കെ മല്ലിയില. ഇങ്ങനെ ഫുള്ള് മല്ലിയില. ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ട് കേട്ടോ. നോക്കിക്ക് വേണ്ട. ഇത് പാർസി ലീവ്സ് അല്ലേ? ഇത് നോക്കിയേ, പാർസി ലീവ്സ്. ഇതില് മീനുണ്ട് നോക്കിയത് നിങ്ങളുടെ. അല്ല, ഫ്രഷ്നെസ്സിനൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കണ പോലെ നാട്ടിലിങ്ങനെ പറമ്പിലൊക്കെ പോവില്ലേ, അതേപോലത്തെ ഒരു ഫീല്. അത്യാവശ്യം തണലുണ്ട്, നല്ലതാ. നൂറ്റി അതിൻ്റെ ഉള്ളിൽ ആളില്ലടാ, അതിൻ്റെ ഉള്ളിൽ ചെടിയാ. തക്കാളി കൃഷി കണ്ട പോലെ ഫുള്ള് തക്കാളിയാ. തക്കാളി ഉണ്ടായില്ല. കയ്പ്പയ്ക്ക, ഫ്രഷ് കയ്പ്പയ്ക്ക നമുക്ക് ചെടിയിൽ നിന്ന് തന്നെ പറിച്ചിങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ കുറച്ച് മല്ലിയിലയും കൂടി വാങ്ങിയിട്ട് തന്നെ ഞങ്ങൾ പോകുന്നുണ്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.